റിസർച്ച് കാണിക്കുന്നത് ഈ ഓങ്കാരം നിന്ന് ജപിക്കുകയാണെങ്കിൽ, ദീർഘമായിട്ട് ഓങ്കാരം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ശ്വാസനാളത്തിൽ സൈനസിലൊക്കെ ആയിട്ട് ധാരാളം ചെറിയ സീലിയ എന്ന് പറയുന്ന ചെറിയ രോമം പോലെയുള്ള വസ്തുക്കളുണ്ട്. കാറ്റിലെ പൊടിയെല്ലാം പിടിച്ചെടുക്കാനുള്ള സാധനമാണ്. ഈ ഓങ്കാരത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട് അത് ശരിക്കുമ്പോൾ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നൊരു വസ്തു ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. രോഗങ്ങളുള്ളവർക്കും രോഗങ്ങൾ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ ഒരു 10-15 പ്രാവശ്യം വെറുതെ ഓങ്കാരം ജപിച്ചാൽ പോലും അത് നമുക്കൊരു ടോണിക് കഴിക്കുന്ന പ്രയോജനം ചെയ്യും. അതിൻ്റെ വിശദമായ വിവരങ്ങൾ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നതാണ്. യൂട്യൂബിലൂടെ ഗവേഷണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം അംഗീകരിച്ച കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഓങ്കാരമാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ നിമിത്തമായിട്ട് പറയുന്നത്. ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാദമായിട്ടാണ് ഓങ്കാരത്തെ പറയുന്നത്. ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് പറയും. ഓമിത്യോരാക്ഷരം ബ്രഹ്മ എന്നൊക്കെ ഗീതയിൽ പറയുന്നു. അത് ആദ്യം പറയുമ്പോൾ ഒന്നിച്ച് എല്ലാവരും ചൊല്ലുക. ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുട്ടെല്ലാം മാറിപ്പോകാൻ സങ്കല്പിക്കും. നമ്മുടെ എല്ലാ ഉള്ളിൽ ഈശ്വരനുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അത് കണ്ണടച്ച ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ അജ്ഞാനവും സ്വാർത്ഥതയും ആണ് ഇരുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് മേഘം കൊണ്ട് എങ്ങനെയാണോ സൂര്യൻ മറയപ്പെട്ടിരിക്കുന്നത്, ഇത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം ഈ അജ്ഞാനം കൊണ്ടും അഹങ്കാരം കൊണ്ടും മറയപ്പെട്ടിരിക്കുന്നു. അത് മാറ്റമായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരം മാറുമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഓങ്കാരം ഒന്നിച്ച് ചൊല്ലും. എൻ്റെ കൂടെ ഒന്നിച്ച് ചൊല്ലും. നടന്ന് മറ്റു ജില്ലകളൊക്കെ വിശദമാക്കി ശരീരം സ്വസ്ഥമായിട്ട് വെച്ച് ഇവിടുത്തെ ശ്രദ്ധ കൊണ്ടുവരും. സമസ്ത പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദൈവിക ശക്തിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വലിയ തന്നിട്ടുണ്ട്. അത് കയ്യിലെടുത്ത് നാണയം ദക്ഷിണായിട്ട് വെച്ച് ഇടത് കൈ പിടിച്ച് വലത് കൈ അതിനുവേണ്ടി കമഴ്ത്തി പിടിച്ച് നെഞ്ചിനേരെ പിടിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് കൂടുതൽ പേരും നമ്മൾ ശരീരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ദുരിതങ്ങളെല്ലാം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുക.
എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അത് ലഭിഞ്ഞ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഇഷ്ട സിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും സാധിച്ചു തരണേ, തടസ്സം നീക്കി തരണേ, കഷ്ടത മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കും. ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറണമെന്നില്ല. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കും, മനസ്സിലാക്കേണ്ടിയിരിക്കും. കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഇഷ്ടമല്ല. പരീക്ഷ വേണ്ടാന്ന് പ്രാർത്ഥിച്ചാൽ പരീക്ഷ ഇല്ലാതിരിക്കത്തില്ല. നമ്മൾ പരീക്ഷ ജയിക്കുന്ന കുട്ടികളുടെ അറിവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതം പുതിയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ചില ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അവിടെ തേച്ച് ചൂട്ടെടുക്കാം. അവിടെ തേച്ച ഉണ്ടെങ്കിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടമാറ്റി പ്രാർത്ഥിച്ച് അത് പലതിലെടുത്ത് തലയ്ക്ക് മൂർമാശി കഴിഞ്ഞ് ഗുരുവിനെ പ്രണാദി സങ്കല്പിച്ച് നമ്മുടെ മുമ്പിൽ വയ്ക്കും. നമ്മൾ കുളിച്ച് ദേഹശുദ്ധി ചെയ്തിട്ടാണ് സാധാരണ പൂജയ്ക്കൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഈ ദേഹം എന്ന് പറയുന്നത് അതിനുള്ള ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അതിനകത്ത് ദഹിപ്പിക്കാം, കുളിച്ചിട്ടാണോ. ദേഹത്തിലുള്ള ചൈതന്യമാണ് നമ്മളെ നമ്മളാക്കുന്നതാക്കും. അതുവരെ നമ്മുടെ പേര് വിളിച്ചിരുന്നവര്, നമ്മുടെ സ്ഥാനമാനങ്ങൾ, സൗന്ദര്യം, ആരോഗ്യം എല്ലാം അഭിനന്ദിച്ചിരുന്നവര് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശവമാണ്. അത് തുറത്തു പോലുമില്ല. പ്രിയപ്പെട്ടവരിൽ നിന്ന് തൊടാൻ അറയ്ക്കും പിടിക്കും. അത്ര മലിനമായ ശരീരത്തെ അതിന് മഹത്വം കൊടുക്കുന്നതിനുള്ള ചൈതന്യമാണ്. അത് നമ്മുടെ വാസനകൾ കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് ഒക്കെ അത് മലിനപ്പെട്ടിരിക്കുന്നു. ആ മാലിന്യം നീക്കാൻ നമ്മൾ മന്ത്രം കൊണ്ടാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കും. നമ്മുടെ ശരീരത്തിന് പുറത്തായിട്ട് പ്രകാശ വലയം പോലെ സൂക്ഷ്മ ശരീരം നിന്ന് നമുക്ക് തുല്യ ഫോട്ടോഗ്രാഫി കൂടി രേഖപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളൊക്കെ ഈ തുല്യ ഫോട്ടോഗ്രാഫി കൂടി മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതായിട്ട് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. ശരീരത്തെ ബാധിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ശരീരത്തെയാണ് രോഗം ബാധിക്കുക. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം ശുദ്ധീകരിക്കുന്ന മന്ത്രം കൊണ്ടാണ് ഇവിടെ നമ്മുടെ ഓം ശിവശക്തിക്ക് രൂപിണി നമ മന്ത്രമാണ് ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ആ മന്ത്രം ആദ്യം നമ്മുടെ മുഖത്തിനൊക്കെ പിടിച്ച് നമ്മുടെ കൈകളിൽ ഗുരുവിൻ്റെ ഭാഗങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമോത്തിൻ്റെ ഭാഗങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ പ്രകാശം സങ്കല്പിക്കുക. ഇവിടെ മന്ത്രം ചൊല്ലുമ്പോൾ സ്വന്തം ശിരസിൽ കഴിച്ച് മന്ത്രേച്ച് ചൊല്ലിക്കൊണ്ട് മുഖം തുറച്ച് കൈ തുറച്ച് ശരീരം തുറച്ച് കൈ തുടങ്ങി 3 പ്രാവശ്യം ആവർത്തിക്കും. ആദ്യം കൈകളിലേക്ക് നോക്കാം. കൈയെല്ലാം ഗുരുപാദം സങ്കല്പിക്കുക. അതിൻ്റെ മന്ത്രം ചൊല്ലുമ്പോൾ തലയിൽ കഴിച്ചുകൊണ്ട് മന്ത്രം ഏറ്റു ചൊല്ലിക്കൊണ്ട് മുഖം തുറച്ച് കൈ കൊടുക്കും. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. രണ്ടാമതുപോലെ കയ്യിലേക്ക് നോക്കി ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. നിങ്ങൾ സ്വയം മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യണം. കേട്ടാൽ പോലെ സ്വയം മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യണം. ആ മന്ത്ര ചെയ്ത് നമ്മുടെ ശരീരം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. കൈകളിലേക്ക് നോക്കാം. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. ഓം ശിവശക്തിക്ക് രൂപിണേ നമഃ. പാപങ്ങൾ ദോഷങ്ങളൊക്കെ പോയി
പൂജയുടെ ക്ഷേത്രപൂജ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്യുന്ന പൂജ ആയിക്കോട്ടെ, എല്ലാ പൂജകളിലും ആദ്യം ഗുരുവിനെ വണങ്ങിയതിന് ശേഷം ഗണപതിയെ വണങ്ങിയിട്ടാണ് അതത് ദേവനെ ദേവി വണങ്ങുന്നു, പൂജിക്കുന്നു. ഇന്ന് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ഗുരുവിനെ വണങ്ങിക്കൊണ്ട് ആരംഭിക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഗ്രന്ഥം ത്യജിക്കുമ്പോഴാകട്ടെ, ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാകട്ടെ, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴാകട്ടെ ഗുരുവിനെ വണങ്ങിക്കൊണ്ട് ആരംഭിക്കണം എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞത്. ഇത് നമ്മൾ അമ്മയെ ഗുരുവായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് വഴി പൂജ ചെയ്യുന്നത്. ഗുരുവിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം ഈശ്വരനേക്കാളും മുമ്പേ ഗുരുവിനെ വണങ്ങണം, ഇതിനെ ആരാധിക്കണം. ഭാരതത്തിന് മാത്രം ഒരു പാരമ്പര്യമാണ്. മറ്റു മതങ്ങളിൽ ഈശ്വരനാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളതിലൂടെ ഗുരുവിന് ഈശ്വരനേക്കാളും പ്രാധാന്യം കൊടുക്കും. കാരണം ഈശ്വരന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഗുരുവിൽ കൂടിയാണ്. ഇപ്പോൾ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ശക്തിക്ക് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ മനുഷ്യരൂപത്തിൽ കൂടി മാത്രമേ സാധിക്കൂ. ഈശ്വരൻ മത്സരമായിട്ട് അവതരിപ്പിച്ചു, വരാഹമായിട്ട് അവതരിച്ചു എന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ മീമാംസ കഥയിക്കുമ്പം അവിടെ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ മത്സരം നമ്മൾ സംസാരിക്കാനും സാധിക്കില്ല, നമ്മൾ ഉപദേശിക്കാനും സാധിക്കില്ല. ഈശ്വരൻ എല്ലാ ചരാചരങ്ങളിലും ഉണ്ടെങ്കിലും നമുക്കത് അനുഭവവേദ്യമാണെങ്കിൽ മറ്റൊരു മനുഷ്യരൂപത്തിൽ കൂടി തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ടിയിരിക്കും. ആരാണോ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്റെ സന്ദേശം കൊണ്ടുവരുന്നത്, ആരിലാണോ നമുക്ക് ഈശ്വര ഗുണങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നത്, അവരാണ് നമ്മുടെ ഗുരുവായിട്ട് വരുന്നത്. എല്ലാവരുടെയും ഗുരു അമ്മയായിരിക്കണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഗുരുവിനെ കണ്ടെത്തേണ്ടത്, അവർ കണ്ടെത്തുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നത്. അപ്പം അമ്മയുടെ ജീവിതത്തിൽ മനസ്സിലാക്കറിയാം. അമ്മ ആദ്യം ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിച്ചു, തൻ്റെ ഉള്ളിൽ പുറത്തും ശ്രീകൃഷ്ണനെ ദർശിക്കാൻ സാധിച്ചു. തുടർന്ന് അമ്മ ദേവിയെ സാക്ഷാത്കരിച്ചു. പിന്നീട് നമുക്ക് എല്ലാ ദേവീദേവന്മാരും, ഗണപതിയും പരമശിവനും എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഗണപതി തുമ്പിക്കെല്ലാം തനിക്ക് തന്നെ തുമ്പിക്കുള്ളതുപോലെ അനുഭവമെല്ലാം നമുക്കുണ്ടായി. എല്ലാ ദേവീദേവന്മാരും തന്നെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അമ്മ എല്ലാം ആത്മാവെന്ന് പുറത്തു വന്നുള്ള ആനന്ദ രീതി എന്നുള്ള ഗീതം കീർത്തനം രചിക്കുന്നു. ഗുരു സർവ്വദേവതാ സ്വരൂപമാണെന്ന് പറയുന്നത് അനുഭവത്തിലാക്കിയ ആളാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മ ഗുരുവായിട്ട് നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പം ഗുരുവിനെ ആരാധിക്കുന്നതുകൊണ്ട് എല്ലാ ദേവീദേവന്മാരും ആരാധിക്കുന്ന ഫലം നമുക്ക് കിട്ടുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദേവീദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. ആ ഗുരുത്വത്തിൻ്റെ കുറവാണ് നമുക്ക് എത്ര ഈശ്വര ദർശനം കിട്ടിയാലും ഈശ്വര അനുഗ്രഹങ്ങൾ കിട്ടിയാലും ആ ഗുരുത്വം എന്നും 3 അക്ഷരം ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് നിഷ്ഫലമാക്കി തീർക്കും. നമ്മൾ പുരാണങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും രാവണനും എല്ലാം തന്നെ ഈശ്വര വിശ്വാസികളായിരുന്നു. നമ്മൾ ആരാധിക്കുന്ന അതേ ദേവീദേവന്മാരെ തന്നെ അവരും ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വര ദർശനം കിട്ടിയിട്ടുണ്ട്. ശിവന്റെ ആയുധമൊക്കെ കിട്ടിയ ആളാണ് രാവണൻ. അതേസമയം രാമനാകട്ടെ ശിവനെ പ്രാർത്ഥിക്കുന്നു, ശിവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. പക്ഷെ ശിവൻ രാമാന്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, രാമന്റെ വരം കൊടുക്കുകയോ ചെയ്തിട്ടൊന്നും വാൽമീകി രാമായണത്തിലൂടെയും പറയുന്നില്ല. ഇപ്പൊ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ രാവണന്, ശിവന്റെ നിന്ന് ആയുധങ്ങളെല്ലാം കിട്ടിയ രാവണന് എന്തുകൊണ്ട് രാമൻ തമ്മിൽ പരാജയപ്പെടേണ്ടി വന്നു? രാമനേക്കാൾ എത്രയോ ഗുണങ്ങളുണ്ടായിരുന്നു രാവണൻ. എല്ലാ മേഖലകളിലും രാവണന് തുല്യം മറ്റൊരു വ്യക്തിയെക്കാട്ടുണ്ടായിരുന്നു. ജ്യോതിഷമാകട്ടെ, ചികിത്സയാകട്ടെ, യുദ്ധതന്ത്രങ്ങളാകട്ടെ, മന്ത്രവാദമാകട്ടെ, മായാജാലമാകട്ടെ, എല്ലാ വിഷയങ്ങളിലും അതുല്യമായ വ്യക്തിയായിരുന്നു രാവണൻ. രാവണൻ എഴുതിയ ശിവസ്തോത്രം ഇന്നും ക്ഷേത്രങ്ങൾ പാരായണം ചെയ്യാറുണ്ട്. അത്ര വലിയ ശിവഭക്തനായിട്ടും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും നമ്മളാരും രാവണനെ ആരാധിക്കുന്നില്ല, രാവണന്റെ മഹത്വം കൽപ്പിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് രാവണൻ എന്ന പേരിലാക്കുക സാധാരണ രീതിയിൽ.
പക്ഷേ രാമനെ എല്ലാവരും ആരാധിക്കുന്നു. രാവണനും വ്യത്യാസം എന്താ? കഴിവുകൾ നോക്കിയാൽ രാവണനാണ് കൂടുതൽ. പരാക്രമം നോക്കുകയാണെങ്കിൽ രാമൻ അയോധ്യാപതി മാത്രമാണ്, രാമൻ ത്രിലോകാധിപനാണ്. എങ്ങനെ നോക്കിയാലും മഹത്വം രാമനാണ് കിട്ടേണ്ടത്. കിട്ടാതെ പോയത് ഗുരുത്വം എന്ന് പറയുന്ന മൂന്നക്ഷരം ഇല്ലാതെ പോയതുകൊണ്ടാണ്. രാമൻ വശിഷ്ഠൻ പറയുന്നത് അനുസരിക്കുന്നു. വശിഷ്ഠനാണ് രാമന് ആത്മജ്ഞാനം ഉപദേശിക്കുന്നത്. അതിനുശേഷം വിശ്വാമിത്രൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. അഗസ്ത്യമുനിയുടെ എല്ലാ മുനിമാരുടെയും ഭരദ്വാജൻ്റെ എല്ലാം തന്നെ യാത്ര പോകുന്ന വഴി കാണുന്ന എല്ലാ മുനിമാരുടെയും അനുഗ്രഹം ആശീർവാദം സ്വീകരിച്ചുകൊണ്ടാണ് ഇതേ പോകുന്നത്. ഇത് പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. അപ്പൊ ആ ഒരു ഗുരുത്വമാണ് രാമന്റെ മഹത്വത്തിന് കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും ഗുരുത്വം എന്നൊരു ഗുരുത്വം ഇല്ലെങ്കിൽ ആ നേട്ടം മുഴുവൻ നിഷ്ഫലമായി തീരും. അപ്പൊ അതുകൊണ്ട് ആ ഗുരുവിന്റെ മഹത്വം നമ്മൾ ഈശ്വരനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത്. കാരണം ഈശ്വരൻ എല്ലാ ചരാചരങ്ങളിലും ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ കാണണമെങ്കിൽ നമ്മുടെ മുഖത്തെ അഴുക്ക് നീക്കം ചെയ്യണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ദർപ്പണമാണ് ഗുരു എന്നുള്ളത്. ഗുരുവിൽ കൂടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരയിലേക്ക് നമുക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ഗുരുമന്ത്രം, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്നുള്ള മന്ത്രം ചൊല്ല് അറിയിക്കില്ല. വിഷ്ണുയുടെ ദീപം കഴിച്ചിരുന്നത് അവരവരുടെ ശിരാതെ തൊലിക്കുക. ആ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ്. അർത്ഥം ഇങ്ങനെയാണ്: ഗുരു തന്നെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവ്, ഗുരു തന്നെയാണ് പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന മഹാവിഷ്ണു, ഗുരു തന്നെയാണ് പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുന്ന പരമശിവൻ. ഈ ഈശ്വരനും പ്രപഞ്ചത്തിനും ജീവനും എല്ലാം ഒന്നിച്ചുണ്ടായി, ഒന്നിച്ച് നിലനിന്ന്, ഒന്നിച്ച് വിലയിക്കുന്ന പരബ്രഹ്മം ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു, വണങ്ങുന്നു എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. നമുക്ക് തോന്നുന്നു അമ്മയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മാവുണ്ട്, അമ്മയെ അടുത്ത 7 വർഷം മുമ്പ് ജനിച്ചതേ ഉള്ളൂ. അതിന് മുമ്പേ ബ്രഹ്മാവുണ്ട്. അപ്പം അമ്മ ബ്രഹ്മാവാണ്, അമ്മ വിഷ്ണുവാണ്, അമ്മ ശിവനാണെന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമുള്ള? നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ആ ശരീരത്തെ അല്ല, ആ ശരീരത്തിൽ കൂടി ഈശ്വരനാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. നാശമില്ലാത്ത ചൈതന്യമാണ്, ആ ബ്രഹ്മൻ തന്നെയാണ് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത്. ആ ബ്രഹ്മശക്തിക്ക് ആദ്യം എന്തോന്നുമില്ല, ജനന മരണമില്ല. ശരീരത്തിന് നാശമുണ്ട്, ശരീരത്തിന് വളർച്ചയും നാശമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ രാമൻ്റെ ശരീരം നമ്മുടെ കൂടെയില്ല, കൃഷ്ണൻ്റെ ശരീരം നമ്മുടെ കൂടെയില്ല, പക്ഷെ ചൈതന്യം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥനകൾക്കെല്ലാം വരം തരുന്നുണ്ട്. ആ ചൈതന്യത്തിന് നാശമില്ല. അപ്പം ഗുരു എന്ന് പറയുന്ന ചൈതന്യമാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ ആ ഗുരുമന്ത്രം ജപിക്കേണ്ടത്. അതിലൂടെ നമ്മൾ ഗുരുമന്ത്രം ചൊല്ലി ദീപം തെളിക്കും. അതിനുശേഷം അമ്മയുടെ അഷ്ടോത്തരം ചൊല്ലുന്നുണ്ട്. അഷ്ടോത്തരം അറിയാവുന്നവർക്ക് അതിൻ്റെ കൂടെ ചൊല്ലാം, എല്ലാവർക്കും ഉദ്ദേശിക്കണമെന്ന് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നമ്മുടെ പാദങ്ങളിൽ അർച്ചന ചെയ്യുന്നതായിട്ട് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് മനസ്സ് പൂജ ചെയ്യാവുന്നതാണ്.
ഗുരുമന്ത്രം എല്ലാവരും ഏറ്റുമില്ല. ഇവിടെ പറയുന്ന വരികൾ എല്ലാവരും ഏറ്റുമില്ല. കൈകളുടെ ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എങ്ങനെയാണോ ദീപം ബാഹ്യമായ ഇരുട്ട് നയിക്കുന്നത്, അതുപോലെ ഗുരു നമ്മുടെ ഉള്ളിൽ ജ്ഞാനദീപം തെളിച്ച് നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിനുള്ളിൽ നിന്നും അകറ്റാണ് ചെയ്യുന്നത്. നമ്മൾ അമ്മയെ സമീപിക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാം അമ്മയെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. നമ്മുടെ പെറ്റമ്മയെ പോലെയോ പക്ഷെ അത് കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളങ്ങനെ വ്യക്തിയായിട്ട് കാണുമ്പോൾ നമ്മുടെ വ്യക്തി എന്നുള്ളതായിട്ട് നമ്മളുമായിട്ട് ഇടപെടുന്നു, നമുക്ക് പ്രത്യേക പരിഗണന തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന പരിഹാരം പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ, അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും അപ്പുറമായിട്ടുള്ള ആ പരമമായ ജ്ഞാനമായിട്ട് കാണാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ സംഗീത ഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ സാധിക്കാത്ത സന്ദർഭമില്ല. അമ്മയിൽ നിന്ന് നമുക്ക് ഉപദേശം കിട്ടാൻ സാധിക്കും. ഗുരു ചെയ്യുന്ന അതാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇതുപോലെ ഏതെങ്കിലും ആശ്രമത്തിൽ ഇരുന്ന് ആരുടെങ്കിലുമൊക്കെ ആധ്യാത്മ തത്വങ്ങൾ പറയേണ്ട ആളായിരുന്നു, സന്യസിക്കാൻ പോയ ആളാണ്. പക്ഷെ ഗുരുക്കന്മാരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം ഇതല്ല, ജീവിത ലക്ഷ്യം ഇതല്ല, ജീവിത നിയോഗം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് തൻ്റെ വഴി ഇതാണെന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. വിവേകാനന്ദൻ്റെ ജീവിതമായിക്കോട്ടെ, ആരുടെ ജീവിതം എടുത്ത് നോക്കിയാലും ഗുരുവാണ് അവർക്ക് ആ മാർഗനിർദ്ദേശം നൽകുന്നത്. നമ്മുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം പൈലറ്റിൻ്റെ പരീക്ഷയ്ക്ക് തോറ്റുപോയി വെച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം കിട്ടിയുകൊണ്ടാണ് പിന്നീട് ഭാരതത്തിൻ്റെ പ്രസിഡന്റായി ലോകത്തിന് മുഴുവൻ ഒരു പ്രചോദനം നൽകാൻ കഴിയുന്നത്. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം അമ്മ അടുത്ത് വരുമ്പോൾ അമ്മ ചോദിച്ചത്, മോൻ എന്താ നീ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ, എനിക്കൊരു 2 ലക്ഷം ചെറുപ്പക്കാർക്ക് നേരിട്ട് സംസാരിക്കും, അവർക്ക് ഭാരതത്തെ പറ്റിയിട്ടുള്ള ഭാരത സൃഷ്ടിയിൽ അവർക്കുള്ള പങ്കിനെ പറ്റി അവർക്ക് ബോധ്യപ്പെടുത്തണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് വളരെ സന്തോഷമായി. കാരണം സ്വന്തം കാര്യത്തിന് വേണ്ടിയില്ലല്ലോ പ്രാർത്ഥിച്ചത്, അമ്മ സങ്കല്പിക്കാന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര്. പാർട്ടിയിലത്തെ മെമ്പറായിരുന്നില്ല, അംഗമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് രാജഗോപാൽ വഴി വാജ്പേയിയുടെ അടുത്തെത്തുകയും അദ്ദേഹം പ്രസിഡന്റായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പോലെ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു പദവിയിലെത്താൻ തൻ്റെ ആവശ്യം, തൻ്റെ ലക്ഷ്യം അതിൽ കൂടുതൽ നേടിയെടുക്കാൻ ലോകം മുഴുവൻ അദ്ദേഹം സന്ദേശിക്കാനും അങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെ ആ ജീവിതത്തോട് വിട പറയാൻ അദ്ദേഹം സാധിച്ചു. നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ മഹാനാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും ലക്ഷ്യമുണ്ട്. നമ്മളെല്ലാം ഉദ്ദേശിച്ചിട്ടും ചില കഴിവുകൾ, ശക്തികൾ സവിശേഷമായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ജന്മം തന്നെ. അത് കണ്ടെത്തി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും സംതൃപ്തി ഉണ്ടാകുന്നത്, നമ്മുടെ ലോകത്തിനും ഗുണമുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കി നമ്മൾ സമീപിക്കുക, നമ്മുടെ ഗുരുവിനെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അഷ്ടോത്തരം ചൊല്ലുമ്പോൾ അറിയാവുന്ന കൂടെ ചൊല്ലുക, അല്ലാത്തവർ മനസ്സിൽ നമ്മൾ വിശദമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലുകൊണ്ട് നമ്മുടെ പാദപ്രാസനം നൽകുക. ഓ
ഓം പ്രതിബിംബിത ചാന്ദ്രേയ ശാരദോഭയമൂർത്തയേ നമഃ. ഓം കന്യാവരാവിനേന്ദ്രിയംഗീതാത്മനേ നമഃ. ഓം ചാന്ദ്രേയ ശാരദാകേ കല്ലോലിതസുരാബ്ധയേ നമഃ. ഓം ക്ഷേത്രദൈവ ചൈതന്യപ്രസേ നമഃ. ഓം യത്പ്രത്യുൽപാശദിവ സംസ്കാരരാശേ നമഃ. ഓം പ്രാഹുരാപുരാണ്ഡകല്യാണവസുന്ദരേ നമഃ. ഓം ഐശ്വര്യവീര്യവൈരാഗ്യവേശ്വരേ നമഃ. ഓം ഉപാതമാനവോമാവേശഭൂഷാഭൂതയേ നമഃ. ഓം സ്മേരസ്നിഗ്ധകടാക്ഷായേ നമഃ. ഓം സ്വൈരാവിഷ്ഠിതവേദയേ നമഃ. ഓം ീരമംശിതാഹൃദേ നമഃ. ഓം ഭക്തരോഗാമിരാമീഷ്ടപൂർണപ്രിയനേച്ഛവേ നമഃ. ഓം പീഡാരൂഢമഹാദേവീവാസുരമൂർത്തേ നമഃ. ഓം ഭൂഷണാംബരവേഷശ്രീദീപ്യമാനാന്വേഷ്ടേ നമഃ. ഓം സുപ്രസന്നമുഖാംബോജപരമായവാണേ നമഃ. ഓം കിരീടരസനാമൂലസ്വർണ്ണപടീകൃതേ നമഃ. ഓം ദീപാലേ മഹാരോഗിസംപ്രജതത്വജേ നമഃ. ഓം ഉഗ്രോഗംശുനഷ്ടാനൂരാകാപരമൂർത്തേ നമഃ. ഓം സ്നേഹിസാസുരാമാന്യാധർമ്മവിദുഷേ നമഃ. ഓം ത്യാഗവൈരാഗ്യമൈത്രാദി സർവസദ്വാസനാകുഷേ നമഃ. ഓം പാവാസുരമനോരൂഢസംസ്കാരഘോഷേ നമഃ. ഓം പ്രേമഭക്തിസുധാസിക്തസാധുചിത്തഗുഹാശിഷേ നമഃ. ഓം സുധാമന്വാനാമേ നമഃ. ഓം സുഭാഷ്മൃതാമുജേ നമഃ. ഓം അമൃതാനന്ദവൈരാഖ്യാജനഗണഫലസ്തുഷേ നമഃ. ഓം വൃത്തകർത്തവിരക്തായേ നമഃ. ഓം നമ്രാപിതബുഭുക്ഷയേ നമഃ. ഓം സൃഷ്ടഭൂമിസംഗായേ നമഃ. ഓം യോഗിസംഗലിരക്സവേ നമഃ. ഓം അഭിനന്ദിതദാനാദിശുഭകർമാവിവൃത്തയേ നമഃ. ഓം അഭിവന്ദിതനിശ്ചേഷസ്ഥിതജംഗമസൃഷ്ടയേ നമഃ. ഓം പ്രോത്സാഹിതബ്രഹ്മവിദ്യാസമ്പ്രദായപ്രവൃത്തയേ നമഃ. ഓം പുനരാസാദിതശ്രേഷ്ഠതപോവിനവൃത്തയേ നമഃ. ഓം ഗുരുരാസസ്തോസുമേധസേ നമഃ. ഓം അനേകനിഷ്ഠിതബ്രഹ്മചാരിബ്രഹ്മാദിമേധസേ നമഃ. ഓം ശിഷ്യസംഗ്രാമിതസൂര്യപ്രോജനബ്രഹ്മവർച്ചസേ നമഃ. ഓം അന്തേവാസിജ്ഞാശേഷചേഷ്ടാപാദിതനിഷ്ഠയേ നമഃ. ഓം ലോകാന്തകാരസഞ്ചാരിരോഗാനിഗ്രാഹ്യോദിഷേ നമഃ. ഓം നമഃ കൃഷ്ണമനോർജസ്വാശിഷേ നമഃ. ഓം ഭക്തശുദ്ധാന്തരംഗസ്ഥഭദ്രജീവശിഖാകുഷേ നമഃ. ഓം സപ്രീതിമുക്തമഭൂമ്യപ്യതസ്നേഹസദൃശേ നമഃ. ഓം ശിഷ്യവൈദ്യസഭാമധ്യാനയോഗവിദിത്സവേ നമഃ. ഓം ശശ്വലോകവിദായാസവേ നമഃ. ഓം നിജം പുണ്യപ്രദാനാമ്യം പാവായാദിഷവേ നമഃ. ഓം പരസ്പരിയാമനസ്സീയനർഗപ്രാപ്തിരിത്സവേ നമഃ. ഓം യദോത്സവച്ചരകന്യാകുമാരീ മധ്യമൂർത്തയേ നമഃ. ഓം വിമോഹാനന്ദപുരുഷേത്രോഗീശ്വരേ നമഃ. ഓം പുനഃസംഗാന്തവേ നമഃ. ഓം വേദശാസ്ത്രപുരാണേതിഹാസശശ്വതവേ നമഃ. ഓം ഭൃഗുക്ഷേത്രസമുന്നീലപരദേവതേജസേ നമഃ. ഓം ദേവീ നമഃ. ഓം പ്രേമാമൃതാനന്ദമയേ നിത്യം നമോ നമഃ. ഓം ഈശ്വരീ നമഃ. ഓം അമൃതേശ്വരീ നമഃ. ഓം
നേരത്തെ പറഞ്ഞ പ്രണവത്തിൽ നിന്നാണ് ഓങ്കാരത്തിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായെന്ന് പറഞ്ഞു. ആ പ്രണവനാദത്തിൻ്റെ ഈശ്വരീയ സ്വരൂപമാണ് ഗണപതി എന്ന് പറയുന്നത്. ഗണം എന്ന് പറഞ്ഞാൽ പലതരം പ്രപഞ്ച ശക്തികളാണ്. ആ പ്രപഞ്ച ശക്തികളൊക്കെ നിയന്ത്രിക്കുന്ന ദേവത ചൈതന്യമാണ് ഗണപതി. ഇവിടെ നമ്മളെ പരമ്പരയായിട്ട് പൂജ ചെയ്യുമ്പോൾ ഗുരുവിനെ വണങ്ങി ഗണപതിയെ വണങ്ങിയിട്ടാണ് ദേവനെ വണങ്ങുന്നത്. ഗണപതിയുടെ ധ്യാനമന്ത്രം നമ്മൾ ചൊല്ലുന്നുണ്ട്. ഓരോ വരെയായിട്ട് ചൊല്ലുന്നത് അറിയിച്ചു ചൊല്ലുക. അതിനുശേഷം യഥാസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് തോപ്പക്കരണം എന്ന് വിളിക്കുന്ന ഗണപതി നമസ്കാരം ചെയ്യുക. നമ്മളിപ്പോൾ ശനി പൂജയാണ് ചെയ്യുന്നത്. ശനിയെ മന്ത്രം എന്ന് പേര് വെക്കും. മുടന്തനായിട്ടാണ് സങ്കല്പിച്ചു. കാര്യങ്ങളൊക്കെ വളരെ താമസം ഉണ്ടാകും, തടസ്സം ഉണ്ടാകും. കാലതാമസം ചെയ്യുന്ന പ്രവർത്തികൾ കാലതാമസം ഉണ്ടാകും, മടിയുണ്ടാവും. ഇതൊക്കെയാണ് ശനിയുടെ ലക്ഷണം. നമ്മുടെ ഗണപതിയെ വണങ്ങുമ്പോൾ ഗണപതിയുടെ ഒരു സംഖ്യയായിട്ട് പറയുന്നത് 8ആണ്. ദേവിയുടെ സംഖ്യ 9ആയിട്ട് പറയുന്നത് ഗണപതിയുടെ സംഖ്യ 8ആയിട്ടാണ് പറയുന്നത്. 8 പ്രാവശ്യം തോപ്പുകരണം ചെയ്യുക. വലതുകാലം മുമ്പിൽ കരുകൾ കുത്തി നിന്ന് ഇടത് കൈ വലക്കുകയും ഇടത് കൈ ഇടത് കൈ പിടിച്ച് കുഞ്ഞിന്നവർ മന്ത്രം ചൊല്ലും. 8 പ്രാവശ്യം ചെയ്യും. അത് കഴിയുന്നത് ഗണപതി ജ്ഞാനമന്ത്രം പറയുന്ന ഓരോരായിട്ട് പറഞ്ഞിരിക്കുക. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗണപതയേ നമഃ. ചൈതന്യമയമായ സൂക്ഷ്മശരീരത്തിലാണ് ഓറ എന്ന് പറയുന്നത്. നമ്മുടെ വാസനകൾ, പാപങ്ങളുടെ ദോഷങ്ങളൊക്കെ ബാധിക്കുന്നത് ഈ ഓറയാണ്. ഈ ഓറയിൽ നിന്ന് ഈ പാപങ്ങൾ, ദോഷങ്ങൾ, തടസ്സങ്ങൾ എല്ലാം നമ്മുടെ കലശക്കുടത്തിലേക്ക് ആവാഹിച്ച് മാറ്റി അത് ശിവനെ അഭിഷേകം ചെയ്യുകയാണ് നമ്മളിവിടെ ഈ പൂജയിൽ കൂടി ചെയ്യുന്നത്. കലശക്കൂടം കയ്യിലെടുക്കുക. മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓം ശിവശക്തി ഗരുവിനെ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആദ്യം 3 പ്രാവശ്യം തലയ്ക്ക് പ്രദക്ഷിണമായിട്ട് വിളിക്കുക. എന്നിട്ട് 3 പ്രാവശ്യം ശരീരം മൊത്തം പ്രദക്ഷിണമായിട്ട് വിളിക്കുക. മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യണം. എന്നിട്ട് നേരെ വിളിക്കുക. ഓം ശിവശക്തി ഗരുവിനെ നമഃ. 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 ഹൃദയത്തിനെ പിടിക്കുക. കണ്ണടച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ടെല്ലാം ആ കുടത്തിലേക്ക് ചെല്ലുന്നതായിട്ട് മനസ്സിലൊന്ന് ഭാവന ചെയ്യും. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് ആ സ്വർണ്ണവർണ്ണത്തിലെ പ്രകാശം വ്യാപിക്കുന്നതായിട്ട് മനസ്സിലൊന്ന് കാണും.
കൂടെ താഴേക്ക്. ശിവലിംഗം സങ്കല്പിച്ച് ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കും. ക്ഷേത്രത്തിൽ നമ്മൾ ശിവനെ ധാര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അഭിഷേകം ചെയ്യുന്ന കണ്ടിട്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിച്ച് സ്വർണ്ണത്തിലോ സ്ഫടികത്തിലോ ഇഷ്ടമുള്ള ശിവലിംഗം ജ്യോതിസ്വരൂപമായിട്ട് സങ്കല്പിക്കുക. അതിൽ നമ്മൾ ഈ ക്ഷേത്രത്തെ അഭിഷേകം ചെയ്യുന്നവരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണുക. മനസ്സിൽ ഈ ശിവശക്തിക്ക് രൂപയെ നമ്മളെ മന്ത്രം ജപിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യണം. ആദ്യം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണും. പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാം. ശിവലിംഗത്തിൽ പാലൊഴുകി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കൈ നമ്മൾ പാലഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാം. തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് മനസ്സിലാണ്. മന്ത്രം ജപിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുക. നെയ്യ് അഭിഷേകം ചെയ്യുക. തേൻ കൊണ്ട് അഭിഷേകം ചെയ്യുക. പനനീര് കൊണ്ട് അഭിഷേകം ചെയ്യുക. നമ്മൾ 2 കൈ നിറയും ഭസ്മം എടുത്ത് ഭസ്മാഭിഷേകം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം കൊണ്ട് നമ്മുടെ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണും. മൂന്ന് പ്രാവശ്യം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുക. രണ്ട് കൈയിലും കൂവളത്ത് നിറച്ച് വാരിയെടുത്ത് കൂവളത്തിൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് പുഷ്പാഭിഷേകം ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണാവുന്നു. മൂന്ന് പ്രാവശ്യം കൂവളത്തിലുകൊണ്ട് പുഷ്പാഭിഷേകം ചെയ്യും. ശിവലിംഗത്തിൻ്റെ കുറുക്കെ ഭസ്മം നനച്ച് ഒരു ത്രികൊണ്ടം 3 വര ഇട്ടുകൊടുക്കുക. നമ്മുടെ 3 വര വെച്ചിട്ട് 3 വര ഇട്ടുകൊടുക്കുക. ഭസ്മക്കുറി ഇട്ടുകൊടുക്കുക. ഭസ്മക്കുറിക്ക് നടുക്കായിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് കുങ്കുമം കൊണ്ട് ഒരു തിലകം ചേർത്തി കൊടുക്കും. ആ കുങ്കുമക്കുറി ശിവന്റെ തൃക്കണ്ണായിട്ട് സങ്കല്പിച്ച് അതിൽ നിന്ന് ജ്യോതിസ് പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണും. നമ്മുടെ ഹൃദയത്തിൽ സങ്കല്പിക്കുന്ന ആ ശിവലിംഗത്തിൽ നിന്ന് ആ ജ്യോതിസ് വ്യാപിച്ച് നമ്മുടെ ശരീരം മുഴുവൻ ആ ജ്യോതിസ് വ്യാപിക്കുന്നതായിട്ട് മനസ്സിൽ കാണുന്നു. നമ്മുടെ ദേഹാഭിമാനമെല്ലാം ഇല്ലാതാക്കി നമ്മുടെ അന്തർകരണ ശക്തി കൈവരുത്തുന്നതായിട്ട് കാണും. ചന്ദ്രൻ്റെ കൈയെടുത്ത് ഇവിടെ പറയുന്ന പ്രാർത്ഥന ഓരോ വരിയായിട്ട് പറയാതെ ഏറ്റ് ചൊല്ലുക. ഉറക്കെ ഏറ്റില്ല. നമ്മൾ മനസ്സിൽ പ്രാർത്ഥന പറഞ്ഞാൽ പലരും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വെറുതെ പറയാൻ പറയാം. ഈ ചന്ദ്രത്തിരി എങ്ങനെ സ്വയം എരിഞ്ഞ് ലോകത്തിന് സുഗന്ധം കൊടുക്കുന്നുവോ അപ്രകാരം പൂർവകർമ്മഫലമായി എനിക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും എന്നെ കൊണ്ട് അങ്ങേർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കാൻ സാധിക്കണം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ആർക്കും ദുഃഖമുണ്ടാകാൻ ഇടയാകരുത്. മനസ്സിലാ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചിട്ട് നമുക്ക് ചന്ദ്രത്തിലേക്ക് എത്തിക്കുക.
എന്നിട്ട് ഈ ശിവശക്തി കരൂപിണി എന്നുള്ള മന്ത്രം കൂടെ ചൊല്ലുന്നത് വ്യക്തികളിലുണ്ട്. തനിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണമായിട്ട് ഒഴിയുക, ഇതിൻ്റെ കുളത്തിനും 3 പ്രാവശ്യം പ്രദക്ഷിണമായിട്ട് ഒഴിയും. ഓം ശിവശക്തി കരൂപിണി നമഃ. 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 കൂടുതൽ പ്രാവശ്യം വിളിഞ്ഞ് സൈഡിൽ കേൾക്കാൻ വേണ്ടി. ആ ദീപം കയ്യിലെടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ 3 പ്രാവശ്യം നമ്മുടെ ശിരസിൽ 3 പ്രാവശ്യം ഒഴിയുക, ശരീരം മൊത്തം 3 പ്രാവശ്യം ഒഴിയുക. പിന്നെ വീഴാൻ ശ്രദ്ധിക്കണം. ദീപം നമുക്ക് നേരെ എടുത്തിട്ടാണ് പിടിക്കുക. മന്ത്രം ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം ശിരസിൽ 3 പ്രാവശ്യം ശരീരം മുഴുവനായിട്ട് ഒഴിയുക. ഓം ശിവശക്തി കരൂപിണി നമഃ. 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 ഹൃദയത്തിന് നേരെ ആ ദീപനാളം വരത്തക്കവണ്ണം പിടിക്കുക. വസ്ത്രവും തടരുത്, ശ്രദ്ധിക്കണം. കണ്ണടച്ച് ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ വ്യാപിക്കാനായിട്ട് ഹൃദയത്തിന് നേരെ പിടിക്കുക. ചന്ദ്രത്തിൽ താഴേക്കാലാവും. നമ്മുടെ ശരീരം മുഴുവൻ ആ പ്രകാശം വ്യാപിക്കുന്നതായിട്ട് കാണും. നമ്മുടെ ഓറ അങ്ങനെയാണ് ദീപം സ്വർണ്ണം വർണ്ണത്തിൽ തെളിയുന്നത്. അതുപോലെ നമ്മുടെ ഓറ അതുപോലെ പ്രകാശിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. കൂടത്തിലെടുത്ത് നോക്കിയിട്ട് ഇവിടെ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ഓം ശിവശക്തി കരൂപിണി എന്നുള്ള മന്ത്രം ഏറ്റി കഴിഞ്ഞുകൊണ്ട് ഓരോ തുല്യമായിട്ട് നമ്മുടെ പ്രാരബ്ധമല്ല അതിർത്തിലേക്ക് പകരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആ മന്ത്രത്തിൽ ഓരോ തുല്യമായിട്ട് ചെന്ന് കൊടുക്കുന്നതിനകത്തേക്ക് കൂടത്തിലെടുക്കുമ്പോൾ നമ്മൾ ചൂണ്ടുവെല്ലാം ചെറുവെല്ലാം തൊടാതെ മറ്റ് 3 വിരലുകൊണ്ട് ആ കൂടത്തിലെടുത്ത് ചെന്ന് എത്താനത്ത് മുക്കി കൊടുക്കുന്നത്. ഇവിടെ ശനിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ ശിവശക്തി കരൂപിണി എന്ന മന്ത്രം അവർക്ക് എല്ലാവരും ചൊല്ലിക്കൊണ്ട് ഇന്ദ്രനീലദ്യുതി ശൃംഗീവരദ്രോഗ്രവാഹന ചാപഭാനദരശൂരി ദേയോ അർക്കത്തനയാ സദാ. ഓം ശിവശക്തി കരൂപിണി നമഃ. ഓം ശിവശക്തി കരൂപിണി നമഃ. ഓം ശനീശ്വരായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം ശാന്തായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സർവാഭീഷ്ടപ്രദായിന്യൈ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം ശരണ്യായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം വരണ്യായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സർവേശായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സൗമ്യായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സുരമധ്യായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സുരലോകവിഹാരിണ്യൈ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സുഖാസനോപവിഷ്ടായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം സുന്ദരായ നമഃ. ഓം ശിവശക്തി കരൂപിണി ഓം ബുധനായ നമഃ. ഓം
ശിവശക്തി കരുവണ്ണേ ഗണരൂപായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ജ്ഞാനധാരിണ്യേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ജ്ഞാനസാരവിലേഭായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിദ്യേധായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ മന്ദായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ മന്ദചേഷ്ടായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ മഹനീയ ഗുണാത്മനേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം മധ്യപാവനപാദായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം മഹേശായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ഛായാപുത്രായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം സർവായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം സദതൂണീരധാരിണ്യേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ചരസ്ഥിരസ്വഭാവായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം അചഞ്ചലായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം നീലവർണ്ണായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം നിത്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം നീലാഞ്ജനവിഭായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം നീലാംബരവിഭൂഷായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം നിശ്ചലായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വേദ്യായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ വിരൂപായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിരോധാരധാരഭൂമയേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വേദാസ്പദസ്വഭാവായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വജ്രദേഹായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വൈരാഗ്യതായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വീരായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വീരലോകമയായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിഗൽപരമ്പരേശായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിശ്വവദ്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിഗ്രവാഹായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ഗൂഢായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ കൂർമാംഗായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ഗുരുരൂപിണ്യേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം കുൽസിതായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ ഗുണാഢ്യായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ ഗോചരായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ അവിദ്യാമൂലനാശായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ വിദ്യാവിദ്യാസ്വരൂപിണ്യേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ആയുഷ്യകാരണായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം അപദുഗത്രേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിഷ്ണുഭക്തായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വശിനേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിവിധാഗമവേദിന്യേ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ വിസ്തുത്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വന്ദ്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിരൂപാക്ഷായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ വരിഷ്ഠായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ ഗിരിഷ്ഠായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വജ്രാംകുശധരായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വലധാഭയഹസ്തായ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ വാമനായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ജ്യേഷ്ഠപത്നി സമേധായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ശ്രേഷ്ഠായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം വിദവാഷിനേ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം കഷ്ടദർശോത്തനാശകർത്രേ നമഃ ഓം ശിവശക്തി ഓം കരുവണ്ണേ പുഷ്ടിദായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം സ്തുത്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം സ്തോത്രഗണ്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം ഭക്തിവശ്യായ നമഃ ഓം ശിവശക്തി കരുവണ്ണേ ഓം മാനവേ നമഃ ഓം
ശിവശക്തി കരുവണ്ണി ഭാനുപുത്രായ നമഃ. ഓം ശിവശക്തി ഓം കരുവണ്ണി ഗവ്യായ നമഃ. ഓം ശിവശക്തി കരുവണ്ണി ഓം പാവനായ നമഃ. ഓം ശിവശക്തി കരുവണ്ണി ഓം ധനുർമണ്ഡല സംസ്ഥായ നമഃ. ഓം ശിവശക്തി കരുവണ്ണി ഓം ധനദായ നമഃ. ഓം ശിവശക്തി കരുവണ്ണി ഓം ധനുഷ്മതേ നമഃ. ഓം ശിവശക്തി ഓം കരുവണ്ണി ധനുപ്രകാശ. അവരുടെ മനസ്സിന്റെ വേദനയാണ് നമുക്ക് ശനി ദോഷമായിട്ട് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത്. ശനിയുടെ ദിവസം ശരിയായ പരിഹാരം പൂജ അതിൻ്റെതായ ചെറിയ ഫലം നമുക്ക് തരും. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചിരുന്ന് മന്ത്രം ചൊല്ലുമ്പോൾ ആ പൂജ ചെയ്യുമ്പോൾ അവനവൻ തന്നെയാണ് മന്ത്രം ചൊല്ലി കർമ്മം ചെയ്യുന്നത്. നമ്മുടെ കർമ്മഫലം പൂർണ്ണമായിട്ട് നമ്മൾ എത്തിച്ചേരും. മാത്രമല്ല പലരും കൂടി ഒന്നിച്ചത് ചെയ്യുമ്പോൾ യജ്ഞമായിട്ട് അത് മാറും. അത്രയും ഇരട്ടി ഫലം അവിടെ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടും. ആ ഫലം ഓരോരുത്തർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ വിളിച്ചിട്ട് നമുക്ക് പക്ഷേ പുസ്തകം വായിക്കാൻ പ്രയാസം ഉണ്ടാകും. പക്ഷെ നമ്മുടെ മുറിയിൽ 100 മൊബൈൽ ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ 100 പേർക്കും സുഖമായിട്ട് പുസ്തകം വായിക്കാൻ സാധിക്കും. നമ്മുടെ പ്രകാശം അവിടെ കിട്ടും. ഓരോരുത്തരുടെയും പ്രകാശം ബാക്കി എല്ലാവർക്കും പ്രയോജനപ്പെടും. അതുപോലെ നമ്മൾ ഒന്നിച്ചുകൂടി അർച്ചന ചെയ്യുമ്പോൾ കൂടുതൽ ഫലശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഈ സമൂഹ അർച്ചന പ്രതിഫല ഈ ദോഷശാന്തിക്കായിട്ട് വെച്ച്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിത് വന്നു ചേരാൻ കാരണം നമ്മളെക്കാളും ദുർബലരായെടുത്ത്, നമ്മളെക്കാളും താഴ്ന്നവരെടുത്ത, കുട്ടികളെടുത്തും വൃദ്ധന്മാരായെടുത്തൊക്കെ അഹങ്കാരത്തോടുകൂടി പെരുമാറിയാണ്. അവരെ വേദനിപ്പിച്ചാണ്, അവരെ വിഷമിപ്പിച്ചതാണ്. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം. ആ ബോധം നമുക്കുണ്ടാണ്. അപ്പം അങ്ങനെ അനുകൂലമായിട്ടുള്ള ശനി അനുകൂലമായിട്ടുള്ള ഒരു ജാതകത്തിൽ ആ ശരിയായ ജീവിതത്തിൽ എല്ലാ വ്യവസ്ഥയും നേടിക്കൊടുക്കും. നേരത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സ്ഥാനത്തിൽ കൊണ്ട് ഇത്രയും എല്ലാ ഇതുകൂടെ അതിജീവിക്കാനുള്ള ശക്തി അദ്ദേഹം ലഭിക്കും. അപ്പം നമ്മുടെ ഈ രീതിയിൽ നമ്മൾ താഴ്ന്നവരോട് പെരുമാറുകയാണെങ്കിൽ, നമ്മുടെ അമ്മയൊക്കെ എല്ലാവർക്കും സ്നേഹത്തോടെ പെരുമാറണം. ഒരു ഉറുമ്പിൻ്റെ കൂടെ സത്യത്തിൽ മോക്ഷത്തിന് വേണമെന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. വിനയം വേണമെന്നൊക്കെ പറയാനുള്ള കാരണം ഈ ശനിദോഷത്തിൽ നിന്ന് മുക്തി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുള്ളൂ, ദുഃഖങ്ങൾ മാറിക്കിട്ടുള്ളൂ. കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി, ശരിയായിട്ടുള്ള വഴി മറ്റുള്ളവരോട് വിനയമായിട്ട് പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പം കർപ്പൂര ആദ്യം കാണിക്കുകയാണ്. കർപ്പൂര എങ്ങനെയാണോ തരുപോലും ബാക്കിയില്ലാത്ത രീതി ചെയ്യുന്നത്, നമ്മുടെ അഹങ്കാരം അതുപോലെ ഞാനാക്കി തീരുമാനം സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രം ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം കുടത്തിന് ഒഴിയുക. ഓം ശിവശക്തി തിരുവണ്ണി മാത്രം ചൊല്ലിക്കൊണ്ട് ഒഴിയുക. തൻ്റെ ശിരസിൽ 3 പ്രാവശ്യം ഒഴിയുക. പിന്നീട് അമ്മയുടെ ചിത്രത്തിനാണ് 3 പ്രാവശ്യം ഒഴിയുക. ഓം ശിവശക്തി കരുവണ്ണി നമഃ. 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 പ്രശ്നം ചെയ്യാം. ഓം ശിവശക്തി
നമഃ. ഓം ശിവശക്തിരൂപിണ്യേ നമഃ. അവസാനിപ്പിക്കുക. അഞ്ച് മിനിറ്റ് ധ്യാനിച്ചതിന് ശേഷം നമ്മുടെ പൂജ അവസാനിപ്പിക്കാം. കണ്ണടച്ച് മറ്റുള്ളത് വന്നിരുന്ന് സമസ്ത